ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ടാണ്. വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ സ്നാക്കായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ചായ തിളക്കുന്ന സമയം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പഴവും കൂടി ഇതിൻ്റെ നടുവിലിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി പഴത്തിൻ്റെ മുകളിലും കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ചീസാണ് ഇടുന്നത്. മൊസറല്ല ചീസാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. അപ്പോൾ അതും ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബ്രെഡിൻ്റെ പീസും ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിന് ചൂടാക്കിയെടുക്കുക. രണ്ട് സൈഡും നല്ല രീതിയിൽ ചൂടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചായ തിളക്കുന്ന സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചീസിൻ്റെ എല്ലാം ടേസ്റ്റ് അറിയുന്നത്. പിന്നെ ഇതാ നമ്മൾ അടുത്തൊരു സ്നാക്ക് ഉണ്ടാക്കാൻ സെയിം പാനിലോട്ട് കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർ ചേർത്ത് ആ ഒരു പാനിലേക്ക് ഇത് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ഭാഗത്തും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്കും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതാ നമ്മൾ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം. നല്ലോണം തിന്നാക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച പഴം ഇതിലേക്ക് വെച്ച് കൊടുത്ത് അതിലോട്ട് നമ്മൾ ചീസാണ് കേട്ടോ വെക്കുന്നത്. ഇത് നമ്മൾ സ്ലൈസ്ഡ് ചീസാണ്. അപ്പോൾ നമ്മൾ ബർഗറിനെല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു ചീസ് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്യാം. നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ബ്രെഡ് ഇതിലോട്ടൊന്ന് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചീസെല്ലാം ഇട്ടത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിതിലേക്ക് കുറച്ചൊന്ന് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഷുഗർ. അപ്പോൾ ഈ ഷുഗർ ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു ലൈറ്റ് മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഒരു പഴമാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ഏത് പഴം ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പഴം ഇതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് പോലെ ആക്കേണ്ടതില്ല. ഇങ്ങനെ ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പീനട്ട് ബട്ടറിൽ നല്ല കടലയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് കിട്ടും നമ്മൾക്ക് ഈ ഒരു സ്നാക്കിലേക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം കോൺഫ്ലെക്സ് ആണ്. 1 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. പൗഡർ പോലെ ആക്കണ്ട, തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു പീനട്ടും പഴവും മിക്സാക്കിയ ആ ഒരു സ്പ്രെഡ് ഇതിൻ്റെ സൈഡിലേക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് ആവാതെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ട്രയാങ്കിളായിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ പുറത്തൊന്നും ആവാത്ത വിധത്തിൽ ഇങ്ങനെ ആയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിൻ്റെ ഒരു അടപ്പാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ കട്ടായിട്ട് നല്ല അടച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസെല്ലാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പീനട്ട് ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എത്ര സിമ്പിളായിട്ട് നമ്മൾക്കൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതിൽ ചെറിയ പണിയും കൂടി ബാക്കിയുണ്ട്. ഇതിൽ പീനട്ട് ബട്ടറിന് പകരമായിട്ട് നമുക്ക് ന്യൂട്ടെല്ലാവും പഴവും മിക്സാക്കിയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. അതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അങ്ങനെയും ഉണ്ടാക്കി നോക്കെ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സിസർ കൊണ്ട് നമ്മുടെ കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഓരോ ബ്രെഡും എടുത്ത് ഇതുപോലെ മുട്ടയിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്താക്കിയ ശേഷം കോൺഫ്ലെക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും എല്ലാ ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം സ്പൂൺ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈയൊന്നും മോശമാവാതെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കോൺഫ്ലെക്സ് എല്ലാ ഭാഗത്താക്കിയാൽ കൈ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇളകിപ്പോകും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ ഇതാ അതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗത്ത് നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടണ്ട, കരിഞ്ഞു പോവും. ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഗ്ര സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സർപ്രൈസ് പോലെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ നല്ല ഇഷ്ടപ്പെടും അവർക്ക്. ഉള്ളിൽ നല്ലൊരു ജ്യൂസിയൊക്കെ ആയിട്ടുള്ളത് ആണ്, പുറമേക്ക് നല്ലൊരു ക്രിസ്പിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.